ഹലോ എവരിവൺ, വെൽക്കം ടു AZB അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പുതിയൊരു എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എക്സാമിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ ക്ലാർക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ലർക്ക് എക്സാം കഴിഞ്ഞായിരുന്നു. ഇനി ഓഗസ്റ്റ് 9 ഒരു പിയൂൺ എക്സാം നടക്കുന്നുണ്ട്. ഇനി അത് കൂടാതെ അല്ലാതെയാണ് ഒരു എക്സാം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രോജക്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് യൂണിറ്റിലേക്ക് ക്ലർക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് അതേപോലെ തന്നെ അക്കൗണ്ടന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കരാർ അടിസ്ഥാനത്തിലാണ് പുതിയ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് പോസ്റ്റുകളാണ് ഉള്ളതെന്ന കാര്യം നമുക്ക് നോക്കാം. ഒന്ന് ക്ലർക്കാണ്. ക്ലർക്കിന് 2 ഒഴിവാണുള്ളത്. ശമ്പളം ഏകദേശം ഒരു 30,000 റുപ്പീസ്, 30,000 രൂപയുള്ള ശമ്പളം വരുന്നുണ്ട്. ഇനി അറിയേണ്ട കാര്യം ഇതിൻ്റെ യോഗ്യതയാണ്. യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, MS ഓഫീസ് ആപ്ലിക്കേഷൻസിലുള്ള പരിജ്ഞാനം, 1 വർഷത്തെ പ്രവൃത്തി പരിചയം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് പ്രായപരിധി എന്ന് പറയുന്നത് 40 കവിയരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് ക്ലർക്കിന് 40 കവിയരുത് എന്നുള്ള കാര്യം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്ത് വെച്ചോണം, ആലോചിച്ച് വെച്ചോണം. പിന്നീട് ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവ് 3 ഒഴിവാണ് ഉള്ളത്. പിന്നീട് ശമ്പളം പറയുന്നത് 2000 അല്ല 25,000 രൂപയാണ് ശമ്പളമായിട്ട് പറയുന്നത്. ഇനി ഓഫീസ് അസിസ്റ്റന്റിന് ഇത് പ്രകാരം യോഗ്യത പറയുന്നത് 10ാം ക്ലാസ് ജയം അല്ലെങ്കിൽ ഒന്നെങ്കിൽ 10ാം ക്ലാസ് ജയം അല്ലെങ്കിൽ തതുല്യം കമ്പ്യൂട്ടർ ഓപ്പറേഷനുള്ള പ്രായോഗിക പരിജ്ഞാനം, 1 വർഷത്തെ പ്രവൃത്തി പരിചയം. ഇവിടെയും ഒരു 10ാം ക്ലാസ് യോഗ്യത എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നീട് ഇവിടെയും പ്രായപരിധി എന്ന് പറയുന്നത് എത്ര തന്നെയാണ് പറയുന്നത്, 40 കവിയരുത് എന്നുള്ള കാര്യം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്ത് വെച്ചോണം, ആലോചിച്ചോണം. പിന്നീട് അപ്പം ക്ലർക്ക് ഓഫീസ് അസിസ്റ്റന്റ് കൂടാതെ നമുക്ക് എന്തുണ്ട്, അക്കൗണ്ടന്റ് കാര്യം പറയുന്നുണ്ട്. അവിടെ ഒഴിവ് പറയുന്നത് 2 ഒഴിവാണ് പറയുന്നത്. ശമ്പളം 30,000 രൂപയാണ് പറയുന്നത്. യോഗ്യത പറയുന്നത് BCom CA ഇന്റർ ഓർ CMA ഇന്റർ ഓർ MBA ഫൈനാൻസ് അല്ലെങ്കിൽ അധിക യോഗ്യതയായി കണക്കാക്കും. 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. അതായത് ഇത് അധിക യോഗ്യതയായിട്ട് കണക്കാക്കുന്നുണ്ട്. കാര്യം ഇത് അക്കൗണ്ടന്റ് പോസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അധിക യോഗ്യതയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്കാക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ ഒരു പ്രായപരിധി എത്രയാണ്, സെയിം തന്നെയാണ്, 40 കവിയരുത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അപ്പോൾ അതിനകത്തുള്ള ആൾക്കാർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏജ് ലിമിറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. പിന്നീട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അവിടെ ഒഴിവ് 1 പറയുന്നത്. ശമ്പളം പറയുന്നത് 40,000 രൂപയാണ് ശമ്പളമായിട്ട് പറയുന്നത്. യോഗ്യത അറിയാമല്ലോ, ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താ, ഒരു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലുള്ള ബിരുദം അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ളത്, ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ 1 വർഷത്തെ അത് കൂടാതെ എന്താണ്, 1 വർഷത്തെ പ്രവൃത്തി പരിചയം അതെടുത്ത് പറയുന്നുണ്ട്. 1 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രായപരിധി എന്ന് പറയുന്നത് 40 ഇവിടെയും പ്രായപരിധി എന്ന് പറയുന്നത് 40 തന്നെയാണ്. പിന്നെ അപേക്ഷ ഫീസ്, അതായത് നമ്മളെല്ലാം നോക്കിയിട്ട് നമ്മൾ അപേക്ഷ ഫീസും കൂടെ നോക്കണം. കാര്യം അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. അതായത് ഇതിൽ നമുക്ക് അപേക്ഷ ഫീസ് 500 രൂപയും അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ചാർജും ഉണ്ട്. 500 രൂപയും ട്രാൻസാക്ഷൻ ചാർജും വരും. പിന്നീട് അപേക്ഷ നമുക്ക് ഓൺലൈനായാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 29. അപ്പോൾ വിട്ടുപോരുത്, ജൂലൈ 29. അപ്പം ഫീസ് എന്ന് പറയുന്ന 500ഉം അതേപോലെ തന്നെ അവസാന തീയതി ജൂലൈ 29. അപ്പം ജൂലൈ 29 നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന യോഗ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഈ പറയുന്ന പ്രായപരിധിയിൽ വരുന്ന ആൾക്കാരാണ്, നിങ്ങളെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇത് വെബ്സൈറ്റ് വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. www.cmd.kerala.gov.in ഇതാണ് ഇതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡേറ്റ് മറന്നു പോരുത്, ജൂലൈ 29. അപ്പോൾ ജൂലൈ 29 തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഈ പറഞ്ഞ ക്ലാർക്ക് ഓഫീസ് അസിസ്റ്റന്റ് അതേപോലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പിന്നെ അതേപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് അല്ലേ. അപ്പോൾ അതിലും ഈ യോഗ്യതകളുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്യാന്ന് മറക്കാതെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഈ അപേക്ഷ ഫീസിൻ്റെ കാര്യം നോട്ട് ചെയ്ത് വയ്ക്കുക. വെബ്സൈറ്റ് വഴി എന്ത് ചെയ്യുക, ഡേറ്റിന് മുമ്പ് തന്നെ കഴിയുന്ന നേരത്തെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. ഓക്കെ, താങ്ക് യു.